ഹായ്, ഇന്നത്തെ വീഡിയോ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിക്ക് ഇത്ര ഈസിയാണെന്ന് തോന്നിയിട്ടുള്ളത് ഉമ്മ ഉണ്ടാക്കുന്നത് കാണാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുറച്ച് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആവശ്യമുള്ളതൊക്കെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ ചിക്കൻ പൊരിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. കാശ്മീരി മുളക് പൊടിയോ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടി ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാം. കൂടുതൽ അങ്ങോട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന ചെറുതാക്കി മുറിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് ടൈം വേവിക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടോടെ തന്നെ ദമ്മിടാം. ഇതൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈമും കൂടി വേവിക്കാം ദമ്മിട്ടിട്ട്. അപ്പോൾ ഇതിനും ഒരു സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈസി ചിക്കൻ ബിരിയാണി റെഡി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.